السلام عليكم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, മക്കളെ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും പടച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓരോ നാടുകളിലും ഓരോ കാലഘട്ടങ്ങളിലും നല്ലവരായ മനുഷ്യർ രംഗത്ത് വരുന്നുണ്ട്. നാടിനും നാട്ടുകാർക്കും വേണ്ടത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവര് ബാക്കി വെച്ച അടയാളങ്ങൾ, എഴുതിയതോ വരച്ചതോ പ്രവർത്തിച്ചതോ ചെയ്തതോ ആയ കാര്യങ്ങൾ സ്മാരകങ്ങളായി ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. കാലത്തിന്റെ പഴക്കത്താൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്കപ്പുറത്തുള്ളത് പലതും തകർന്ന് നാമാവശേഷമായി പോകാറുണ്ട്. അടുത്ത ദിവസം അമവിയ ഭരണകാലത്തുണ്ടായ ഒരു പള്ളിക്ക് തകരാറ് സംഭവിച്ചതിന്റെ ഫോട്ടോയും പഴയ ഫോട്ടോയും നിങ്ങൾ കണ്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ലോകത്ത് ബാക്കിയുണ്ട്. എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇതുവരെയായി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം അവശിഷ്ടങ്ങളും എല്ലാം കാണാനില്ല. ശരി, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു. പട്ടിണി കിടക്കുന്ന ഏഴകളും യജമാനന്മാരുടെ അടിയും കുത്തും തൊഴിയും ഏറ്റ് പട്ടിണി കിടന്ന് പൊരിവെയിലത്തും കൊടുന്തണുപ്പത്തും രാവും പകലും പണിയെടുത്ത അടിമകൾ, ഇഷ്ടം പോലെ വിൽക്കപ്പെടാനും വാങ്ങപ്പെടാനും പറ്റുന്ന മൃഗങ്ങളെപ്പോലെ അവനവന്റെ പ്രോപ്പർട്ടി പോലെയുള്ള അടിമകൾ. അങ്ങനെ അങ്ങനെ ഒരുപാട് 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 വേദനിക്കുന്ന, വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന രംഗങ്ങൾ അവിടെ ഉണ്ടായി. റോഡില്ല, നല്ല ഒരു ആശുപത്രിയോ സ്കൂളോ കോളേജോ സർവകലാശാലയോ ഇല്ല, വാഹനങ്ങളില്ല. അങ്ങനെ എല്ലാം കൊണ്ടും പരാധീനതകൾ നിറഞ്ഞ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും യാത്ര ചെയ്യുന്ന മനുഷ്യർ, ഉണക്കച്ചപ്പാത്തി കഴിക്കുന്ന, ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്ന ആളുകൾ, മുനയൊടിഞ്ഞ വാളുകളും കുഴിഞ്ഞ കണ്ണുകളും ഒട്ടിയ വയറുമുള്ള ആളുകൾ, എല്ലാം നിറഞ്ഞൊരു ലോകത്തേക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. 23 കൊല്ലക്കാലം അവിടെ നിറഞ്ഞു ജീവിച്ചു മക്കയിലും മദീനയിലും. 177 യുദ്ധങ്ങളുണ്ടായി. 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്തു. ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി, നേതാക്കന്മാരുമായി ആദർശപരമായ ബന്ധം പുലർത്തി. അവരെയെല്ലാം ഒരു മഹത്തായ സന്ദേശം അറിയിച്ചു. ജനനം മുതൽ മരണം വരെയും, ഉണർച്ച മുതൽ ഉറക്കം വരെയും, നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും ഇടപെടലിലും ഇടപെടലിലും ആവശ്യമായ സകലമാന കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. അവിടുന്ന് വിടവാണ്. 23 കൊല്ലം അവിടെ പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് സ്മാരകമായി, അടയാളമായി മക്കയിലോ മദീനയിലോ എന്താണ് ബാക്കി വെച്ചത്?
അവിടുന്ന് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു കെട്ടിടമോ മറ്റെന്തെങ്കിലും അവിടെ ബാക്കി കാണാനുണ്ടോ? ഇല്ല. പിന്നെയോ ലോകത്തെങ്ങുമുള്ള കോടിക്കണക്കിന് അനുയായികൾ. അപ്പോൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച കാലത്തുള്ള അതേ റോഡ്, അതേ വഴികൾ, ഇടവഴികൾ, ഇടനാഴികകൾ, അതേ മരങ്ങൾ, അതേ സഞ്ചാര വാഹനങ്ങൾ, അതേ ഭക്ഷണം, അതേ പാത്രങ്ങൾ, അതേ തരത്തിലുള്ള വസ്ത്രങ്ങൾ. പിന്നെ എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ പ്രത്യേകത? നവോത്ഥാനമാണ്. എന്താണ് അവിടെ ഉണ്ടായ നവോത്ഥാനമെന്ന് വിവിധങ്ങളായ സെഷനുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിലേക്ക്, ദുനിയാവിന്റെ ഇടുക്കങ്ങളിൽ നിന്ന് പരലോകത്തിന്റെ വിശാലതയിലേക്കുള്ള ഒരു മഹാമാറ്റമാണ്, ഉത്ഥാനമാണ് അവിടെ ഉണ്ടായത്. ആ ഉത്ഥാനം, നവോത്ഥാനം മനസ്സിന്റേതായിരുന്നു, ആത്മാവിന്റേതായിരുന്നു, ആദർശത്തിന്റേതായിരുന്നു, ആശയത്തിന്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ 23 കൊല്ലക്കാലം ഒരു മഹാപരിഷ്കർത്താവ് ആ നാട്ടിൽ ജീവിച്ചു പോയിട്ട് ഞങ്ങൾക്ക് റോഡുണ്ടായില്ലല്ലോ, വഴിയുണ്ടായില്ലല്ലോ, വീടുണ്ടായില്ലല്ലോ എന്ന ഒരു പരാതിയോ ചിന്തയോ ആർക്കും തോന്നിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചവരുണ്ട്, പ്രശംസിച്ചവരുണ്ട്, എല്ലാമുണ്ട്. മനഃപൂർവ്വം വിമർശിച്ചവരും തെറ്റിദ്ധരിച്ചവരും എല്ലാമുണ്ട്. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു റോഡ് പോലും ഉണ്ടാക്കിയില്ലല്ലോ, ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ കൗൺസിലറോ മേയറോ അല്ലെങ്കിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മന്ത്രിയോ ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കപ്പോലും വിമർശിക്കപ്പോലും ചെയ്തില്ല. എന്താ കാരണം? അപ്പോൾ ഈ മഹത്തായ നവോത്ഥാനം മനുഷ്യന്റെ ജീവിതത്തെ മൊത്തമായി മാറ്റാനുള്ളതായിരുന്നു. ഇഹലോകത്ത് നല്ലതും ചീത്തയും ഉണ്ട്, നന്മയും തിന്മയും ഉണ്ട്. എല്ലാവർക്കും ഇവിടെ ദാരിദ്ര്യവും സമ്പന്നതയുമുണ്ട്, രോഗവും ആരോഗ്യവുമുണ്ട്, ഉയർച്ചയും താഴ്ചയും തളർച്ചയും വളർച്ചയുമുണ്ട്. കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും ഉയർച്ച താഴ്ചകളെല്ലാം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരു പരലോകമുണ്ട്. ആ പരലോകത്തേക്ക് നിർബന്ധമായും പോകേണ്ടതുണ്ട്. മരിക്കണം, ബർസഖുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, വിചാരണയുണ്ട്, തുലാസുണ്ട്, വിധിപ്രസ്താവനയുണ്ട്, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ. ആ രാജ്യത്തെ 2.5 ലക്ഷം ആളുകളെ മുഴുവൻ, ആ രാജ്യത്തെ 2.5 ലക്ഷം ആളുകളെ മുഴുവൻ സ്വർഗത്തിലെത്തിക്കുന്ന മാർഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. അവർ ദുനിയാവിൽ കഷ്ടപ്പെട്ടപ്പോഴും വിഷമിച്ചപ്പോഴും വേദനിച്ചപ്പോഴും കുഴിഞ്ഞ കണ്ണുമായി ഒട്ടിയ വയറുമായി തേഞ്ഞ ചെരുപ്പുമായി മുനയിടിഞ്ഞ വാളുമായി യുദ്ധങ്ങളിൽ പോലും പങ്കെടുത്തപ്പോഴും അവരുടെ മുഖം കത്തിത്തിളങ്ങി വിളങ്ങുന്നതായിരുന്നു, അവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് ജ്വലിക്കുന്നതായിരുന്നു, അവരുടെ കണ്ണുകൾ പ്രകാശിക്കുന്നതായിരുന്നു. എന്താ കാരണം? ആ സ്വർഗം, ആ പരലോകം അന്നു മുതൽ ഇന്ന് വരെയും കോടിക്കണക്കിന് ആളുകൾക്ക് സ്വർഗത്തിന്റെ മാർഗം കാണിച്ചു കൊടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തതിന്റെ ബാക്കി. ഇന്നും ഈ സംസാരവും ഇതുപോലുള്ള പരിപാടികൾ, ഇതിനപ്പുറത്തും ഇപ്പുറത്തും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന രഹസ്യവും പരസ്യവുമായ പരിപാടികൾ, വ്യക്തിഗതവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾ, ഭരണകൂടത്തിന്റെ ചെങ്കോൽ വരെ മാറ്റിമറിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ പ്രവർത്തനമാണ്. അതിന്റെ ചെറിയൊരു ചീന്താണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം. ഇവിടെ 1920കളിൽ ഇസ്ലാഹി പ്രസ്ഥാനം രംഗത്ത് വരുന്ന കാലം വ്യക്തമാണ്. രാജ്യത്തെ 45 കോടി ജനങ്ങൾ സ്വാതന്ത്ര്യ സമര രംഗത്താണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും ജൂതനും ജൈനനും ഈശ്വര വിശ്വാസി നിരീശ്വരവാദിയും ഏകദൈവാരാധകനും ബഹുദൈവ വിശ്വാസിയും എല്ലാം ഉണ്ട് കൂടെ. ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള മോചനത്തിന്റെ ശ്രമത്തിൽ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ പങ്കാളികളാകാൻ വിദേശ പൗരനായ എഓഹ്യുമുണ്ട്, വിദേശ വനിതയായ ആനി ബസന്റുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. 2 വിഭാഗം ആളുകൾ മാത്രം മാറി നിന്നു. ഇസ്ലാമിന്റെ അകത്ത് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാമിന്റെ പുറത്ത് നിൽക്കുന്ന ഖാദിയാനികൾ.
രണ്ടുപേരും സ്വാതന്ത്ര്യ സമര രംഗത്ത് നിന്ന് വിട്ടുനിന്നു. ജിഹാദ് പാടില്ല, നസറാണി ഗവൺമെന്റ് നമ്മുടെ സഹായിയാണ് എന്ന് ഖാദിയാനികൾ പറഞ്ഞു. ജമാഅത്തുകാര് പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകേണ്ടത് ആവശ്യം തന്നെയാണ്, പക്ഷേ പകരം വരാനുള്ളത് അമുസ്ലിം തന്നെയാണ്. ബ്രിട്ടീഷുകാരനായ അമുസ്ലിം നിന്ന് ഇന്ത്യക്കാരനായ അമുസ്ലിമിലേക്കുള്ള മാറ്റം യഥാർത്ഥത്തിൽ മാറ്റമല്ല. ലാത്ത പോയി മനാത്ത വന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു വ്യാജ ദൈവത്തിന്റെ സ്ഥാനം മറ്റൊരു വ്യാജ ദൈവം കൈക്കലാക്കി എന്നേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടും ശിർക്ക് തന്നെ. അമീൻ ഹസൻ ഇസ്ലാഹി എഴുതിയ ശിർക്ക് അഥവാ ബഹുദൈവത്വം എന്ന പുസ്തകത്തിന്റെ യഥാർത്ഥ പതിപ്പിൽ തഫീമാത്ത്, സിയാസി കസ്മക്കസ് തുടങ്ങിയ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഇക്കാര്യം വിശദമായി പറയുന്നുണ്ട്. പ്രജാധിപത്യമായാലും ഏകാധിപത്യമായാലും ഫലത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഏകാധിപത്യത്തിൽ പടച്ചവന് പുറമെ ഒരു ദൈവം, പ്രജാധിപത്യത്തിൽ മന്ത്രിസഭ, പടച്ചവന് പുറമെ കുറെ ദൈവങ്ങൾ. രണ്ടും ശിർക്ക് തന്നെ എന്നാണ് അള്ളാഹു പഠിപ്പിക്കാത്ത, റസൂല് പഠിപ്പിക്കാത്ത, സഹാബത്ത് പഠിപ്പിക്കാത്ത, സലഫുസ് സാലിഹ് പഠിപ്പിക്കാത്ത അനിസ്ലാമികമായ കുഫ്റൻ ആശയം ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിച്ചത്. കാരണം അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുന്നത് ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവെ ആരാധിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ്. മൊഹീദ്ദീൻ ശേഖിനോട്, ഉമർ തങ്ങളോട്, പുത്തമ്പള്ളി വലിയനോട്, നാഗൂർ അജ്മീർ ആർവാടി ഔലിയാഹിനോട്, ശ്രീരാമനോട്, ശ്രീകൃഷ്ണനോട്, ശബരിമലയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. എന്നാൽ മനുഷ്യനെ അനുസരിച്ചാൽ ശിർക്കാകുമെന്ന് അല്ല പഠിപ്പിച്ചിരിക്കുന്നു. അനുസരിക്കാവുന്ന വിഷയങ്ങളിൽ അനുസരിക്കാം, അനുസരിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ അനുസരിക്കരുത് എന്ന് മാത്രമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയൊരാശയം പഠിപ്പിച്ച് ജമാഅത്ത് ഇസ്ലാമി സ്വാതന്ത്ര്യ സമരത്തിന് വിട്ടുനിന്നു. ഇത്തരമൊരു സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപം. എന്താ കാരണം? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് വരാൻ പോയത്. വരാനിരിക്കുന്നതോ രാജേന്ദ്ര പ്രസാദാണ്, ജവഹർലാൽ നെഹ്റുവാണ്. പറ്റൂല, മാപ്പിള ജാതി തന്നെ ഭരിക്കണം. ഇന്ത്യ രാജ്യത്ത് എല്ലാവരും ഉണ്ട്, എങ്ങനെ മാപ്പിള ജാതി മാത്രം ഭരിക്കണം എന്ന് പറയൽ? എന്തടിസ്ഥാനത്തിൽ? ഇതാണ് വൃത്തികെട്ട വർഗീയത. ഹിന്ദു മാത്രമേ ഭരിക്കാവൂ എന്ന് പറയുന്ന നാണയത്തിന്റെ മറുവശം. ആ സാഹചര്യത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കന്മാരായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കന്മാരായിരുന്നു. അവർ രംഗത്തിറങ്ങി. മറ്റെല്ലാ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചോര കൊടുത്ത്, നീര് കൊടുത്ത്, കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഈ രാജ്യം സ്വതന്ത്രമായി. ഇസ്ലാഹി പ്രസ്ഥാനം അടിസ്ഥാനപരമായി ഊന്നിയത് ഏകദൈവ വിശ്വാസമെന്ന നേരത്തെ ഷാക്കിർ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനത്തിലാണ് ഊന്നിയത്. കാരണം നരകത്തിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ലതാണ്. മരുന്ന്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സൗകര്യങ്ങള്, വിദ്യാഭ്യാസം എല്ലാം മഹത്തരമാണ്. പക്ഷെ അതെല്ലാം ഈ ലോകത്തെ മനുഷ്യന്റെ ശ്വാസം മുട്ടുന്നതുവരെയുള്ള ജീവിതത്തിന്റെ കാര്യമാണ്. വിദ്യാഭ്യാസം ഒരുപക്ഷെ കുറച്ച് നാളേക്കുള്ളതാണ്. ഭക്ഷണം, ഇന്നത്തെ ഭക്ഷണം കഴിഞ്ഞ നേരം വെളുക്കുമ്പോ വേറെ വിശക്കും, അപ്പൊ വേറെയും കൊടുക്കണം. വസ്ത്രം 1-2 കൊല്ലം കഴിഞ്ഞാൽ നുരുമ്പും ചെരുപ്പും അങ്ങനെ തന്നെയാണ്. വാഹനവും അങ്ങനെ തന്നെയാണ്. ശാശ്വതമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനം, എന്നേക്കുമുള്ള അവസാനിക്കാത്ത, അറ്റമില്ലാത്ത യഥാർത്ഥമായ ജീവകാരുണ്യ പ്രവർത്തനമാണ് തൗഹീദ് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നത്. അടിസ്ഥാനപരമായി നിസ്കരിച്ചു, സക്കാത്ത് കൊടുത്തു, നോമ്പ് നോറ്റു, ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും എല്ലാം ചെയ്തു. ഒരു തെറ്റും ചെയ്തില്ല. പക്ഷേ അല്ലാഹു അല്ലാത്ത വ്യക്തികളെയോ ശക്തികളെയോ മഹത്തുക്കളെയോ ഗുണവാളന്മാരെയോ അമ്പിയാവിനെയോ ഔലിയാവിനെയോ മണ്ഡപങ്ങളെയോ ശ്രീകോവിലുകളെയോ അൾത്താരകളെയോ ബിംബങ്ങളെയോ ജാറങ്ങളെയോ ദർഗകളെയോ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഇസ്തിഗാസ ചെയ്താൽ എന്നേക്കുമായി അയാളുടെ ജീവിതം ഇഹലോകത്ത് കഷ്ടമാണ്, നഷ്ടമാണ്. പരലോകത്ത് നരകം മാത്രമാണ്, സ്വർഗത്തിലെത്താൻ സത്യമല്ല. ഖുർആൻ പഠിപ്പിക്കുന്നു ആ കാര്യം. അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം അടിസ്ഥാനപരമായി മനുഷ്യന്റെ മനസ്സിനെ മുഴുവൻ സംസ്കരിക്കുന്ന, ജീവിതത്തെ മുഴുവൻ സംസ്കരിക്കുന്ന, സകലമാന തട്ടിപ്പുകളിൽ നിന്ന്, വെട്ടിപ്പുകളിൽ നിന്ന്, ചൂഷണങ്ങളിൽ നിന്ന്, മത പണ്ഡിതന്മാരുടെ, മതപുരോഹിതന്മാരുടെ എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന യഥാർത്ഥമായ
നവോത്ഥാന പരിശ്രമമാണ് നടത്തിയത്. അതിന്റെ ഫലം കണ്ടു. ബിംബങ്ങളോട്, ജാറങ്ങളോട്, ദർഗകളോട്, മക്കാമുകളോട്, പുണ്യമരങ്ങളോട്, പുണ്യമൃഗങ്ങളോട്, പുണ്യപുഷ്പങ്ങളോട് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന, 2 പൈസ വിലയുള്ള ചരട് മന്ത്രിച്ചൂതി 200 രൂപയ്ക്ക് വിൽക്കുന്ന മുസ്ലിയാക്കന്മാരുടെ കെണികളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ, ഇസ്തിഗാസ ചെയ്യുവാൻ തയ്യാറായി. അവർ സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് നടന്നു നീങ്ങി. അവരുടെ നിസ്കാരം അർത്ഥവത്തായി, അവരുടെ നോമ്പ് അർത്ഥവത്തായി, അവരുടെ ആരാധനകൾ അർത്ഥവത്തായി. 10,000-കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇസ്ലാമിന്റെ വിവിധങ്ങളായ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഈ മഹത്തായ നവോത്ഥാന പ്രവർത്തനത്തെപ്പറ്റി, വിശ്വാസപരമായ നവോത്ഥാനത്തെപ്പറ്റി, വിശ്വാസപരമായ സംസ്കരണത്തെപ്പറ്റി, വിശ്വാസപരമായ പരിഷ്കാരത്തെപ്പറ്റി ഒരക്ഷരം പറയാത്ത പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് നമുക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഈ മഹത്തായ നവോത്ഥാന പ്രവർത്തനത്തിൽ അവർ പങ്കാളികളാകണം. മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് പരിക്ക് പറ്റരുത്, അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകരുത്, അവർക്ക് വേണ്ട സംവരണം കിട്ടണം, അവർക്ക് വേണ്ട ജില്ലകൾ ഉണ്ടാകണം, അവർക്ക് വേണ്ട സ്ഥാപനങ്ങൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ ശരിയാണ്. ഒരു മുസ്ലിം എന്ന നിലക്കല്ലേ, കെലിമ ചൊല്ലിയ ആളെന്നുള്ള നിലക്കല്ലേ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? ശരി, അവരുടെ പരലോകത്തിന്റെ കാര്യവും കൂടി നിങ്ങൾ അറിയാവുന്നു എന്ന് പറയൂ. നിങ്ങൾക്കറിയാവുന്നത് അതെന്താ? പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ, കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോയി. വിസ സമ്പാദിക്കണമെങ്കിൽ പാസ്പോർട്ട് വേണമല്ലോ. കടലാസുകൾ ശരിയാക്കാതെ ഒരുപാട് ഓടി നടക്കുന്ന ആളുകളെ നമ്മൾ വഴി കാണിക്കണ്ടേ? വേണം. എങ്കിൽ ഒതുവില്ലാതെ നിസ്കരിക്കുന്ന മനുഷ്യരെ തിരുത്തണ്ടേ? എങ്കിൽ തൗഹീദില്ലാതെ നിസ്കരിക്കുന്നവരെ, തൗഹീദില്ലാതെ നോമ്പ് നിൽക്കുന്നവരെ, തൗഹീദില്ലാതെ ആരാധനകളും അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നവരെ തിരുത്താതിരിക്കുന്നത് ആ സമൂഹത്തോട് ചെയ്യുന്ന അനീതിയല്ലേ, ആക്രമമല്ലേ, അന്യായമല്ലേ, ചൂഷണം ചെയ്യുകയാണ്, എത്തമിടിക്കുകയാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തായാലും മറ്റാരായാലും ഈ ശ്രമങ്ങൾക്ക് 1-ാം സ്ഥാനം നൽകണം. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ആധാരശില. അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല. ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന ആദ്യ കാലഘട്ടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരുരങ്ങാടി, ഫറോക്ക്, JDT, പുളിക്കല്, മോങ്ങം, അരീക്കോട്, വാഴക്കാട്, അങ്ങനെ അങ്ങോട്ട് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സമൂഹത്തിന്റെ സാമുദായിക സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും സർവകലാശാലകൾ വരെ എത്തി നിൽക്കുന്ന സ്ഥാപനങ്ങളും എല്ലാം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചൂടും ചുണയും ആവേശവും കൊണ്ട് ഉയർത്തപ്പെട്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവകാശവാദം ഉന്നയിക്കേണ്ട ആവശ്യമില്ല, കാരണം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നവോത്ഥാനത്തിന്റെ അവകാശമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അതിന്റെ പാറ്റന്റ് എടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഒക്കെ കൊണ്ടേക്കോട്ടെ, നമുക്ക് ആ തൗഹീദിന്റെ പാറ്റന്റ് കിട്ടിയാൽ മതി. അതിന്റെ ട്രേഡ് മാർക്ക് നമുക്ക് കിട്ടിയാൽ മതി. അത് വേറെ ആരെങ്കിലും പറഞ്ഞതായാൽ ശരിയാവില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആയിരക്കലാണ്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യലാണ് തൗഹീദ്. പടച്ചവനെ മാത്രം അനുസരിക്കുക, പടച്ചവനല്ലാത്തവരെയും അനുസരിക്കൽ ശിർക്കാണ് എന്ന തൗഹീദ് ആളുകൾ മനസ്സിലാക്കിയാൽ ആളുകൾക്ക് തൗഹീദ് കിട്ടുകയില്ല, പ്രായോഗികവുമല്ല. പടച്ചവനെ മാത്രം അനുസരിച്ച് ജീവിച്ച ഒരാൾ ദുനിയാവിലുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം അനുസരിച്ച് ജീവിച്ച ഒരാൾ ലോകത്തുണ്ടോ? ഒരൊറ്റയാൾ ഇല്ല. അപ്പൊ അങ്ങനെ അപ്രായോഗികമായ തൗഹീദ് കിട്ടിയിട്ട് കാര്യമില്ല, അദ്വൈതം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഏകദൈവ വിശ്വാസത്തിന്റെ കൂടെ തന്നെ അതിന്റെ അനുബന്ധമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കണമെന്ന സത്യം പഠിപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായ പരിശ്രമങ്ങൾ നടത്തി. വിദ്യാഭ്യാസം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും മേഖല. റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് അറിവ് വർദ്ധിപ്പിക്കണേ. സൂറത്ത് ത്വാഹയിലെ 114-ാമത്തെ വചനം. ആ നിലക്ക് മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടാക്കിയപ്പോൾ 10,000-കണക്കിന് ആളുകൾ ആ രംഗത്തേക്ക് വന്നു. മദ്രസ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, മുസ്ലിയാക്കന്മാർ അതിനെ ഒന്ന് എതിർത്തു നോക്കി. അത് നരകത്തിലേക്കുള്ള കവാടമാണെന്ന് പറഞ്ഞു. പക്ഷേ
നമ്മൾ മുന്നേറി. ആ മുന്നേറ്റത്തിന്റെ പിറകെ അവർക്കും പോരേണ്ടി വന്നു. ആയിരക്കണക്കിന് മദ്രസകൾ ഉണ്ടായി, കോളേജുകൾ ഉണ്ടായി. സ്ത്രീ വിദ്യാഭ്യാസം നേടുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ തലമുറ ഉണ്ടായിരുന്നു എന്ന് ഒരു പഴങ്കഥയായി പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അങ്ങനെ നാനോന്മുഖമായ ജീവിതത്തിന്റെ മികില മേഖലകളെയും പരിപാലിക്കുന്ന വിധത്തിലുള്ള ഒരു നവോത്ഥാനം വിദ്യാഭ്യാസ രംഗത്തുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് കലാലയങ്ങളല്ല, അത് കൊലാലയങ്ങളാണ്. റാഗിംഗ് കൊണ്ടല്ല കേട്ടോ, കൊലപാതകം കൊണ്ടല്ല കേട്ടോ. പിന്നെയോ അനിസ്ലാമിക സിലബസാണ്, യൂണിവേഴ്സിറ്റി സിലബസാണ്. ശാന്തപുരത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോ അഫ്ദലുമയുടെ എൻട്രൻസ് പരീക്ഷ എഴുതി വന്നതിന്റെ പിറ്റേന്ന് പ്രിൻസിപ്പാൾ മീറ്റിംഗ് വിളിച്ചു. ഇസ്ലാമിന്റെ തത്വസിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞു. അതിന് സാധിക്കാത്തവർക്ക് ഇവിടുന്ന് പുറത്തു പോകാം എന്നാ പറഞ്ഞത്. എന്തിന്? പരീക്ഷ എഴുതിയതിന്, അഫ്ദലുമയുടെ പരീക്ഷ എഴുതിയതിന്. അത് ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് വിചാരിച്ച ഒരു തലമുറ ജമാഅത്തെ ഇസ്ലാമിയിൽ ഉണ്ടായിരുന്നു. ഓഅബ്ദുള്ള പിന്നീട് അത് സാക്ഷീകരിക്കുന്നത് നിങ്ങൾ മാധ്യമത്തിൽ കണ്ടതായിട്ടുണ്ട്. ചേഞ്ചിനെ പറ്റി. എന്തൊരു ചേഞ്ച് അല്ലേ? അപ്പൊ ജനങ്ങളെ, വിദ്യാഭ്യാസ രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനം നാട്ടിയ നവോത്ഥാനം ഒരിക്കലും ആർക്കും മറക്കാനാവാത്തതാണ്, മറച്ചു വെക്കാനാവാത്തതാണ്. അന്ന് മുസ്ലിയാക്കന്മാർ, മുല്ലാക്കന്മാർ, മുക്രിമാർ എന്തൊക്കെ ചെയ്തു? ബ്രിട്ടീഷുകാരോടുള്ള അമിതമായ വിധേയത്വത്തിന്റെ അടയാളങ്ങളാണ് സമസ്തയുടെ പ്രമേയങ്ങൾ, മണ്ണാർക്കാട് പ്രമേയങ്ങൾ. ഇർവിൻ പ്രഭുവും ഭാര്യയും ഡൽഹി പട്ടണത്തിൽ നിന്ന് സർക്കീട്ട് കഴിഞ്ഞ് മടങ്ങി വരുന്നത് വഴി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഈ യോഗം അളവറ്റ സന്തോഷം പ്രകടിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ വിരോധികളായിരുന്നില്ലേ സമസ്ത മുസ്ലിയാക്കന്മാർ? സ്വാതന്ത്ര്യ സമരത്തിന്റെ വിരോധികളായിരുന്നില്ലേ സമസ്ത മുസ്ലിയാക്കന്മാർ? സമസ്തയുടെ പ്രമേയമാണ്, വേറൊന്നുമല്ല, വ്യാഖ്യാനമല്ല. അതുകൊണ്ട് നവോത്ഥാന ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച മുജാഹിദ് പ്രസ്ഥാനം വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റം, ചികിത്സാ രംഗത്തുണ്ടാക്കിയ മാറ്റം, മിംസും അൽമാസും അതുപോലെ ആയിരക്കണക്കിന് ആശുപത്രികളും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും നിറഞ്ഞു നിന്നു. മുസ്ലിയാക്കന്മാരാണ് ഈ രാജ്യത്തെ ഭരിക്കുന്നതെങ്കിൽ, സമസ്തയാണ് ഈ രാജ്യത്തെ ഭരിക്കുന്നതെങ്കിൽ, ഐക്കല്ലും മുറുക്കും മേലസും നഫീസത്ത് മാല വിങ്ങും അതുപോലെ മുഹീദ്ദീൻ മാലയുടെ കൗണ്ടറും കുത്തുബിയത്തിന്റെ കൗണ്ടറും അല്ലേ ഇവിടെ വേണ്ടിവരിക? അല്ലേ? അതിന് പകരം മുസ്ലിയാക്കന്മാരൊക്കെ വരുന്നുണ്ട്, ജനങ്ങളെല്ലാവരും വരുന്നുണ്ട്. കാരണം തദാവോ നിങ്ങൾ ചികിത്സിക്കുവിൻ, വലാ തദാവോ ബിഹറാം, നിഷിദ്ധമായ ചികിത്സ നടത്താതിരിക്കുവിൻ എന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ മരുന്നിന്റെ ലോകത്തിലേക്ക്, ചികിത്സയുടെ ലോകത്തിലേക്ക്, പ്രാർത്ഥനയുടെ ലോകത്തേക്ക് ജനങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നു. അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടുനിന്നില്ല, അനാചാരങ്ങൾക്ക് കൂട്ടുനിന്നില്ല. ഖുർആനിലും സുന്നത്തിലുമുള്ള സത്യങ്ങളെല്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പുത്തമ്പള്ളിയിലേക്ക് പേപ്പട്ടി കടിച്ച കുട്ടിയെയും കൊണ്ട് പച്ചവെള്ളം കുടിക്കാൻ മരിക്കാൻ പോകുന്ന, പുത്തമ്പള്ളിയിലേക്ക് പോകുന്ന സാധുക്കളായ ജനങ്ങളെ ആശുപത്രികളിലേക്ക് കൊണ്ടുവന്നു. അവസാനം പുത്തമ്പള്ളി ജാറത്തിന്റെ കീഴിൽ തന്നെ ആശുപത്രി തുടങ്ങി. ഭ്രാന്ത് പിടിച്ചാൽ അജ്മീറിലോ ഏർവാടിയിലോ കൊണ്ടുപോയി കെട്ടുന്ന അവസ്ഥ, അല്ലേ? അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിസ്തി എന്ന നല്ലവനായിരുന്ന മനുഷ്യന്റെ പേരിൽ അവിടെ കെട്ടിയുയർത്തിയ ഒരു ചെറിയ ഓലക്കുടിൽ വെച്ച് 19 ആളുകൾ വെന്ത് മരിച്ചത്, ഭ്രാന്തന്മാര് വെന്ത് മരിച്ചത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരുടെ കൊടും അക്രമം, കണ്ണുചോരയില്ലാത്ത പ്രവർത്തനം, അല്ലേ? അതിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷിച്ചു. കേരളത്തിൽ അതുപോലെ ഒരു കേന്ദ്രമുണ്ടാക്കുവാൻ സാധ്യമല്ലാത്ത വിധം സമസ്ത ആശുപത്രികളിലേക്ക് നീങ്ങി. ഒരുപാട് മാറ്റങ്ങൾ. കുടുംബരംഗത്ത്, വൈവാഹിക രംഗത്തൊരു പുതിയ സംസ്കാരം ഇസ്ലാഹി പ്രസ്ഥാനം കൊണ്ടുവന്നു. കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ സമസ്തയുടെ വാദം സ്ത്രീധനം വാങ്ങാം, മുജാഹിദിന്റെ വാദം സ്ത്രീധനം വാങ്ങാൻ പാടില്ല. അന്ന് തുടങ്ങിയതാണ് സ്ത്രീധനത്തിനെതിരെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുദ്ധം. ഇന്ന് 10,000-കണക്കിന് വിവാഹങ്ങൾ സ്ത്രീധനമില്ലാതെ നടക്കുന്നു. അമുസ്ലിം സുഹൃത്തുക്കൾ പോലും 4 മണിക്ക് ലളിതമായി വിവാഹം നടത്തുന്നതിനെപ്പറ്റി വിസ്മിക്കല്യാണം എന്നാണ് പറയുന്നത്.
നമ്മൾ നടത്തിയതല്ല. ഇശാ നിസ്കാരത്തിന് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് യാത്രക്കാരല്ലാത്തവർ, നിസ്കരിച്ചിട്ടില്ലാത്തവർ ഒന്നിച്ച് പോയി നിസ്കരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ഒന്നിലധികം ബാങ്ക് വിളി കേട്ടാൽ അതിനെല്ലാം മറുപടി പറയുകയും അതിനുശേഷമുള്ള 3 ദുആകളും നിർവഹിക്കുകയും വേണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സാമ്പത്തിക രംഗത്ത് വലിയൊരു വിപ്ലവമാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചത്. സക്കാത്ത്, ഫിത്ർ സക്കാത്തുമൊക്കെ വലിയ ചില കുതന്ത്രങ്ങൾക്ക് കീഴിലായിരുന്നു. ചില നാടുകളിലൊക്കെ വാപ്പി ഉമ്മയും മകനും ബാപ്പാന്റെ ഫിത്ർ സക്കാത്ത് ഉമ്മാക്ക് കൊടുക്കുക, ഉമ്മാന്റെ ഫിത്ർ സക്കാത്ത് അത് തന്നെ മോന് കൊടുക്കുക, മോന്റെ ഫിത്ർ സക്കാത്ത് ബാപ്പാക്ക് കൊടുക്കുക. സാധനത്ര 2.25 കിലോ തന്നെ, വേറൊന്നുമില്ല എന്ന രീതിയിലുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് എന്നും ചൂഷണത്തിന്റെ തട്ടിപ്പിന്റെ വക്താക്കളായിരുന്ന സമസ്ത മുസ്ലിയാക്കന്മാരും മറ്റു മുസ്ലിയാക്കന്മാരും സക്കാത്ത് സംഘടിത വ്യവസ്ഥയെ എതിർത്തു. എന്താ കാരണം? ഇവിടെ ഭരണമില്ല എന്ന് പറഞ്ഞിട്ട്. നിസ്കാര കമ്മിറ്റി ഉണ്ടാക്കാം, നോമ്പും കമ്മിറ്റി ഉണ്ടാക്കാം, ഹജ്ജും കമ്മിറ്റി ഉണ്ടാക്കാം, പിന്നെയോ സക്കാത്ത് കമ്മിറ്റി മാത്രം ഉണ്ടാക്കാൻ പറ്റൂല എന്ന സമസ്ത. എങ്ങനെയുണ്ട്? കാരണം ഒരു നാട്ടിൽ 100 മുതലാളിമാരുണ്ടെങ്കിൽ 100 കവർ മുസ്ലിയാക്കന്മാർക്ക് കിട്ടും. സക്കാത്ത് കമ്മിറ്റി ആയാലോ 1 കവറേ കിട്ടുകയുള്ളൂ. മാറി. മഞ്ചേരിയിലെ സമസ്ത പള്ളിയുടെ കീഴിൽ മറ്റു പല പള്ളികളുടെ കീഴിലും ഇന്ന് സംഘടിത സക്കാത്തുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം തുടങ്ങിവെച്ച സക്കാത്ത് സംഭരണ വിതരണ പദ്ധതി വളരെ വ്യാപകമായ നിലയിൽ നടക്കുന്നു. എല്ലാ പള്ളികളുടെയും കീഴിൽ, എല്ലാ യൂണിറ്റുകളുടെയും കീഴിൽ സംഘടിത സക്കാത്ത് പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും സക്കാത്ത് സംഘടിതമായി തന്നെ കൊടുക്കണം. 3 മിനിറ്റ് മതി ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ, ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് സക്കാത്ത് കൊടുക്കണം കൊടുക്കണം കൊടുക്കണം. വാങ്ങണം എവിടെ പറഞ്ഞുള്ളൂ? ഒരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അതാരോടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഖുദ്, നീ വാങ്ങണം, താങ്കൾ വാങ്ങണം. തൗബ 103-ാമത്തെ ആയത്ത്. ആർക്കൊക്കെ കൊടുക്കേണ്ടത്? 8 കൂട്ടർക്ക്. തൗബ 60-ാമത്തെ ആയത്ത്. അതില് ഒരു വിഭാഗം സക്കാത്ത് ശേഖരിക്കുന്ന ആൾക്കാർ. അപ്പൊ സക്കാത്ത് സംഘടിതമാണ്, വ്യക്തമായി വന്നു. അങ്ങനെ ഗംഭീരമായി നിലനിന്നു. അനൈക്യത്തിൽ കഴിഞ്ഞിരുന്ന മുസ്ലിം സമൂഹത്തെ കഴിയുന്നത്ര യോജിപ്പിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാഹി പ്രസ്ഥാനം ശ്രമിച്ചു. മുസ്ലിം ഐക്യവേദികൾ ഉണ്ടാക്കുന്നതിൽ മുന്നിട്ട് നിന്നോ. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട്, മറ്റു പ്രസ്ഥാനങ്ങൾ ഉണ്ടായതുകൊണ്ട് കൂടെ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഉസ്താദുമാർ തീവ്രവാദി ഗ്രൂപ്പായി മാറി നിന്നത്. എവിടെയൊക്കെ ഐക്യവേദികളുണ്ടോ, സഹകരണ സമിതികളുണ്ടോ, മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നിന്നിട്ടുണ്ട്. എല്ലാവരുമായും സഹകരണത്തിന് തയ്യാറാണ്. മുസ്ലിം എന്ന നിലക്ക് ഐക്യത്തിന് തയ്യാറാണ്. ആദർശപരമായ ഐക്യമാകുമ്പോ ആദർശത്തിന്റെ പേരിൽ ഒന്നിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് അവരും കഞ്ഞി ഐക്യം പര്യാപ്തമാവുകയില്ല എന്ന് മാത്രം. 4 മദ്ഹബുകൾ, പലതരത്തിലുള്ള മദ്ഹബുകൾ, ഓരോ മുസ്ലിയാക്കന്മാരുടെയും സ്വന്തം മതങ്ങൾ. ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞോ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബിലേക്ക്, സുന്നത്തിലേക്ക് തിരിച്ചു വരണം. സല്ലൂ കമാ റഅയ്തുമുനി വസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുവോ, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുവിൻ. അങ്ങനെ ആയിരക്കണക്കിന് പള്ളികളിൽ മദ്ഹബി പക്ഷപാതിത്വമില്ലാതെ നടക്കുന്നു. വിരൽ ഉയർത്തുന്നവന്റെ വിരൽ ഒടിച്ചു പിടിക്കുന്ന സംവിധാനം വരെ പല നാടുകളിലും ഉണ്ടായിരുന്നു. ഷാഫി, ഹനഫി മദ്ഹബുകാർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിനെ പറ്റി മോശമായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അടിവസ്ത്രം മാത്രം ഇട്ട് നിസ്കരിക്കുന്നതിനെ പറ്റി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാത്തരം വൃത്തികേടുകളും ഒഴിവായി. മക്കത്ത് ചെല്ലുമ്പോ നമ്മുടെ ഷാഫി മദ്ഹബ് പറ്റുകയില്ല, ഹനഫി മദ്ഹബാകണമെന്നാണ് പറഞ്ഞത്. കഷ്ടം. അതിന് പകരം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കുവിൻ. ഏറ്റവും നല്ല മദ്ഹബതാണ്, ഏറ്റവും നല്ല മതമതാണ്, ഏറ്റവും നല്ല മാതൃകയതാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിച്ചു. അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പള്ളികളിലേക്ക് 10,000-കണക്കിന് സമസ്ത സഹോദരങ്ങൾ വെള്ളിയാഴ്ച പാത്തും പതുങ്ങിയും എത്താൻ തുടങ്ങി. ഇപ്പൊ തെളിഞ്ഞു തന്നെ പള്ളമ്മ കൈവെക്കുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മുടെ പള്ളികളിൽ വരുന്നു. എന്താ? ഖുതുബ കേൾക്കാൻ. കാരണം എന്താ? ഖുതുബ എന്നത് ജനങ്ങളുള്ള സംസാരമാണ്. അത് സ്ഫുടമാകണം, ലളിതമാകണം, കടുകട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് മഹല്ലി 2-ാം വാള്യം 269-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ കുളിക്കണമെന്ന് മഹല്ലി 2-ാം വാള്യത്തിൽ 307-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ആളുകൾക്കത് മനസ്സിലായി. എത്രയോ സഹോദരിമാർ
എത്രയോ സഹോദരങ്ങളിൽ പോകുന്നു എന്ന് 5 നേരം പള്ളിയിൽ പോയി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യുവാക്കളും നിസ്കരിക്കുന്ന നല്ല രംഗമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുത്ബ, ആഴ്ചയിൽ വെള്ളി ഒരിക്കൽ ഖുത്ബ കേട്ട് നന്നാകാനുള്ള സാഹചര്യങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കി. ഇങ്ങനെ 1000 രംഗങ്ങളാണ്. ഖുർആൻ പരിഭാഷ ഉണ്ടായപ്പോൾ എന്ത് കുതൂഹലമാണ് ഉണ്ടായത്. അത് കുഫറാണ്, അത് തെറ്റാണ്, കുറ്റമാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഖുർആൻ പരിഭാഷകൾ ഉണ്ടായി. ശരി, ചുരുക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിവിട്ട നവോത്ഥാനം, അതിന്റെ പിറകെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഇസ്ലാഹി പ്രസ്ഥാനം എവിടെയൊക്കെ സമ്മേളനം വെക്കുന്നുവോ അവിടെയൊക്കെ മറ്റുള്ളവർ സമ്മേളനം വെക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം ഏതൊക്കെ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നുവോ ആ വഴിയിലൂടെയൊക്കെ മറ്റു പ്രസ്ഥാനങ്ങൾ അടിവച്ച് നീങ്ങുന്നു. പക്ഷേ കുറച്ച് സാവകാശമുണ്ട് എന്ന് മാത്രം. അതാണ് സമസ്ത പള്ളികളിൽ നമ്മൾ കാണുന്ന ബോർഡ്. എന്ത്? യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള സ്ഥലം. ഇത് ഏത് മദ്ഹബിലാ ഉള്ളത്? പക്ഷേ നിവൃത്തിയില്ല. അപ്പോ കുറച്ചപ്പുറത്താണെന്ന് മാത്രം വ്യത്യാസം. 50 കല്ലുകളുടെ വ്യത്യാസം, വേറെ ചുമരാണെന്ന് മാത്രം, അല്ലേ? ശരി, മക്കയിലും മദീനയിലും പോകുന്നവർക്ക് സന്ദേശം അവിടെ തന്നെയുണ്ട്. ബഖീഉൽ മിർഖദ്, ഉഹദ്, ശുഹദാക്കള്, അവിടെയൊക്കെ പോകുമ്പോൾ മനസ്സിലാകുന്ന ജാറമില്ല, ദർഗയില്ല, മക്കാമില്ല, കെട്ടിയുയർത്തിയിട്ടില്ല, മണ്ഡപമില്ല, ശ്രീകോവിലിൽ അൾത്താരയില്ല, അപ്പവാണിഭമില്ല, ഉറൂസ് മുബാറക്കില്ല, ചന്ദനക്കുടമില്ല. റസൂലുള്ളാഹിന്റെ ഖബർ സന്ദർശിക്കുമ്പോൾ മനസ്സിലാകുന്നു ചെണ്ടയില്ല, കൊട്ടില്ല, ആനയില്ല, അമ്പാരിയില്ല. കാരണം അവിടെ മുസ്ലിയാക്കന്മാരില്ല. ഇതെല്ലാം സന്ദേശമാണ്. അത് കണ്ട് ഇവിടെ വരുമ്പോ ആളുകൾ നമ്മുടെ പള്ളികളിലേക്ക് ഒഴുകുന്നു. സത്യമാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ മഹാത്ഭുതം എന്ന സന്ദേശമാണല്ലോ നമ്മുടെ ഈ ഇൻസൈറ്റിന്റേത്, അല്ലേ? മാല എവിടെ? നമുക്ക് മാല മതി എന്ന ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ കാസറ്റുകൾ ജനങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. സബീന ചോദിക്കുമ്പോ സബീന പാട്ടല്ല കൊണ്ടുവരുന്നത്, പാത്രം കഴുകാനുള്ള സബീനയാണ്. അതെ, അവരെ പാത്രം കഴുകാനുള്ള സബീന ഉപയോഗിച്ച് കഴുകേണ്ടതാണ് എന്ന്, മുസ്ലിയാക്കന്മാരെ കഴുകേണ്ടതാണ് എന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ മനസ്സിലായി തുടങ്ങി. വിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങൾ മടങ്ങി. ഖുർആൻ ഓതാൻ മാത്രമല്ല, വായിക്കാനും ഖുർആൻ സ്വീകരിക്കേണ്ടത് സുന്നത്തിലൂടെയാണ്. ഖുർആനും സുന്നത്തും സ്വീകരിക്കേണ്ടത് സലഫു സാലിഹിന്റെ മാർഗത്തിലൂടെയാണ്. അങ്ങനെ QHLS സംവിധാനങ്ങൾ കേരളത്തിലെമ്പാടും വ്യാപകമായി, വിജ്ഞാനവേദികൾ വ്യാപകമായി, CRE വ്യാപകമായി, പഠന ക്യാമ്പുകൾ, ജാലകം, വെക്കേഷൻ ക്യാമ്പുകൾ, അങ്ങനെ എല്ലാ പരിപാടികളും വ്യാപകമായി നടന്നു. ഈ ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് ജനങ്ങളെ വഴിതിരിക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിച്ചു. ശരി, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമൂഹം വിദ്യാഭ്യാസ പുരോഗതി കൈവരിച്ചു കഴിഞ്ഞു. മലപ്പുറം ജില്ലക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ ഒന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെതാണ്. അരീക്കോട് നിങ്ങൾക്ക് കാണാം, മേത്തലങ്ങാടിയും താഴത്തങ്ങാടിയും. മേത്തലങ്ങാടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്വാധീനമുള്ള സ്ഥലമാണ്. എല്ലാ വീട്ടിലും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ. താഴത്തങ്ങാടി സമസ്തക്ക് സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. പലർക്കും അറിയുമായിരിക്കും. ശരി, ആ ഭാഗത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എവിടെ ഇസ്ലാഹി പ്രസ്ഥാനം തൊട്ടുണർത്തിയോ അവിടെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്കെന്ത് വേണം? എമ്പാടും സ്ഥാപനങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ വലിയ തിരക്കാണ്. ഇന്ന് ഒരു രക്ഷിതാവ് പല പ്രാവശ്യം വിളിച്ചു 1ാം ക്ലാസ്സിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. 1ാം ക്ലാസ്സിലേക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നു തന്റെ കുട്ടി ഉയർന്ന നിലവാരത്തിൽ എത്തണമെന്ന്. ഇനി അവർ പഠിക്കേണ്ടതെന്ത്? മതം പഠിക്കണം, പരലോകത്തിനു വേണ്ടിയാകണം. അള്ളാഹു നമ്മളെ പടച്ചത് വിദ്യാസമ്പന്നരാകാൻ വേണ്ടി മാത്രമല്ല, കച്ചവടക്കാരോ കൃഷിക്കാരോ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആകാൻ വേണ്ടി മാത്രമല്ല, മുസ്ലിം ആകാനാണ്. മനുഷ്യവംശത്തെയും ജിന്നവംശത്തെയും ഞാൻ പടച്ചിട്ടുള്ളത് അവരെന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. അതിനാൽ നമ്മളുടെ ലക്ഷ്യം ആരാധനയാണ്, നിസ്കാരമാണ്, സക്കാത്താണ്, നോമ്പാണ്, ഹജ്ജാണ്. അതുകൊണ്ട് 5 നേരം നിസ്കരിക്കാൻ പറ്റാത്തൊരു വിദ്യാലയത്തിലേക്ക് നമ്മുടെ കുട്ടി പോകണോ? മൂത്രമൊഴിച്ചാൽ കഴുകാൻ പറ്റാത്ത വിദ്യാലയത്തിലേക്ക് പോകണോ? മുഖവും മുൻകൈയും ഒഴികെ മുഴുവൻ ഭാഗവും മറക്കാൻ സമ്മതിക്കാത്ത ഒരു സ്ഥാപനത്തിലേക്ക് മകൾ പോകണോ? വിശ്വാസിയായി അങ്ങോട്ട് പോയി അവിശ്വാസിയായി ഇങ്ങോട്ട് മടങ്ങണോ? 2 കാലിൽ അങ്ങോട്ട് പോയി 4 കാലിൽ ഇങ്ങോട്ട് മടങ്ങണോ? വേണ്ട. നമുക്ക് പരലോകം വേണം, ഇഹലോകവും വേണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ പാരായണം ചെയ്യാം. ഇന്ന ഇലാ റബ്ബിക റുജ്ആ, റബ്ബിങ്കലേക്കാണ് മടക്കം.
റബ്ബിങ്കലേക്കാണ് മടക്കം, പടച്ചവങ്കലേക്കാണ് മടക്കമെന്ന് മനസ്സിലാകുന്ന വിദ്യാഭ്യാസം, അതിനെ എതിർക്കാത്ത വിദ്യാഭ്യാസമെങ്കിലും ആകണം. ഇതാ നമ്മുടെ അറബിക് കോളേജുകൾ. അവിടെയും വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രിയുണ്ട്, PG ഉണ്ട്, ഡിപ്ലോമയുണ്ട്, സർട്ടിഫിക്കറ്റുകളുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, പരലോകവുമുണ്ട്. ഇവിടെ നമുക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയെ ഓർമ്മിക്കുക. അറബിക് കോളേജുകൾ അതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയാണ്. ശമ്പളം ഫിറഔൻ കൊടുക്കുന്നു, സ്വന്തം കുട്ടിക്കാണ് മുലയൂട്ടുന്നത്. സ്വന്തം കുട്ടിക്ക് മുലയൂട്ടുന്ന ഉമ്മാക്ക് ആദ്യമായി ശമ്പളം കിട്ടുകയാണ്, അവസാനമായി. അതേപോലെയാണ് അറബിക് കോളേജ് വിദ്യാഭ്യാസം. അതുകൊണ്ട് നമ്മൾ ആ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. മലപ്പുറം കേന്ദ്രമായി വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ പോകുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. 1 സെന്റ് വഖഫ് ചെയ്യാൻ 35,000 രൂപയാണ്. 1, 2, 3, 10, 15 സെന്റ്, അരേക്കറയും ഒരേക്കറയും ഒക്കെ സംഭാവന നൽകാൻ, വഖഫ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇൻസൈറ്റിന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്നവരും സാധാരണ വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്നവരുമായ എല്ലാ വിദ്യാർത്ഥിനികൾക്കും മതത്തിന്റെ, കർമ്മത്തിന്റെ, ധർമ്മത്തിന്റെ ശരിയായ ദിശാബോധമുണ്ടാക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. പലിശയില്ലാത്ത ലോൺ അവർക്ക് കിട്ടണം, ഇസ്ലാമികമായ വസ്ത്രം അവർക്കുണ്ടാകണം, ഇസ്ലാമികമായ വിദ്യാഭ്യാസം അവർക്കുണ്ടാകണം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട്. 65-70 ലക്ഷം കുടുംബങ്ങളുണ്ട്. ചില കുടുംബങ്ങളിലെങ്കിലും വിധവകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഭർത്താക്കന്മാര് മരിച്ച് ജീവിതത്തിന്റെ ഇടവഴിയിൽ ഭർത്താവുമായി വേറിട്ടുപോയ, എഞ്ചിൻ വേറിട്ടുപോയ വാഗൺ പോലെ, കമ്പാർട്ട്മെന്റുകൾ പോലെ അവരുണ്ട്. അവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്, അവർക്ക് സംരക്ഷണം കിട്ടേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അസ്സായിലൽ അർമലത്തി വൽ മിസ്കീൻ, വിധവകൾക്കും മിസ്കീനുകൾക്കും വേണ്ടി പണിയെടുക്കുന്നവൻ മുജാഹിദ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളെ പോലെയാണ്. എങ്ങനെ? ഖായിമിൽ ലൈൽ, രാത്രി മുഴുവൻ നിസ്കരിച്ചാൽ എത്ര പ്രതിഫലം കിട്ടുമോ? അസ്സായിമിൻ നഹാർ, 365 ദിവസവും നോമ്പെടുത്താൽ എത്ര പ്രതിഫലം കിട്ടുമോ? ആ പ്രതിഫലമാണ്. 365 ദിവസവും നോമ്പെടുക്കാൻ നമുക്ക് പാടില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതെ നിസ്കരിക്കാൻ നമുക്ക് അവകാശമില്ല. എങ്കിലും അതിന്റെ പ്രതിഫലം എത്രയാണോ അത്രയാണ്. അതുകൊണ്ട് വിധവകൾക്ക് സംരക്ഷണം ഉണ്ടാകണം, അഗതികൾക്ക് സംരക്ഷണം ഉണ്ടാകണം, അനാഥകൾക്ക് സംരക്ഷണം ഉണ്ടാകണം. സ്വന്തം വീടുകളിൽ അനാഥകളെ സംരക്ഷിക്കുന്ന സംവിധാനം ഉണ്ടാകണം. വിവാഹരംഗത്ത് നമ്മൾ തുടങ്ങിവെച്ച മാറ്റത്തെ കണ്ട് ആദ്യമൊക്കെ എതിർത്ത സഹോദരങ്ങളുണ്ട്. ബിസ്മി സംഘവിവാഹങ്ങൾ നടത്തിയപ്പോൾ അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് പത്രത്തിൽ വിമർശനം നടത്തിയ സഹോദരന്മാർ. കാരന്തൂർ 23ാം വാർഷികത്തിന് 23 വിവാഹങ്ങളാണ് നടത്തിയത്. ശരിയാണ്. ചെറുർ അബ്ദുള്ള മുസ്ലിയാർ എഴുതിയ സ്ത്രീധനത്തെ പറ്റിയുള്ള പുസ്തകം, ചേളാരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എഴുതിയ സ്ത്രീധനത്തെ പറ്റിയുള്ള പുസ്തകം വായിക്കണം നമ്മൾ. അപ്പോ മുന്നേറിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും നമ്മൾ പിറകോട്ട് പോകരുത്. പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി ഒരു ചില്ലിക്കാശ് പോലും സ്ത്രീധനം കൊടുത്തു പോകരുത്, വാങ്ങരുത്. അങ്ങനെയുള്ള നിഷിദ്ധമായ, തെറ്റായ, ചൂഷണത്തിന്റെ, തട്ടിപ്പിന്റെ, വെട്ടിപ്പിന്റെ വിവാഹങ്ങളിൽ പങ്കെടുത്ത് ആ ബഹുമാനപ്പെട്ട വളിച്ച് പുളിച്ച് നാറിയ ബിരിയാണി നമ്മൾ കഴിക്കരുത്. പുണ്യത്തിലും തഖ്വയിലും സഹകരിക്കണം. പാപത്തിലും ശത്രുതയിലും സഹകരിക്കരുത്. നമ്മളുടെ മക്കൾ സമൂഹത്തിന് സമാധാനമാകണം, ശാന്തിയാകണം. ഇതാ ഞങ്ങൾ വരുന്നു, ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ട. സ്ത്രീധനത്തെ താങ്ങി നിൽക്കുന്ന 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന് ആഭരണമാണ്. റസൂലുള്ളാഹി ആഭരണം മഹർ കൊടുത്തിട്ടില്ല, മഹർ പോലും കൊടുത്തിട്ടില്ല. ആഭരണ സ്ത്രീധനമാണ് ഏറ്റവും വലിയ സ്ത്രീധനം. അതുകൊണ്ട് കുറ്റിപ്പുറത്ത് നമ്മൾ 25 കൊല്ലം മുമ്പ് പറഞ്ഞു ആഭരണ ഭ്രമം ഒഴിവാക്കണം. ഇന്ന് 25 കൊല്ലം കഴിഞ്ഞ് നമുക്ക് പറയേണ്ടത് ആഭരണ ഭ്രമം ഒഴിവാക്കണമെന്ന പ്രമേയത്തിലെ ഭ്രമം എന്ന വാക്കൊഴിവാക്കാനാണ്. ആഭരണം ഒഴിവാക്കണം എന്ന സന്ദേശത്തിലേക്ക് നമ്മൾ എത്തണം. എങ്കിൽ സ്ത്രീധനത്തിന്റെ പകുതി രക്ഷപ്പെട്ടു. സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്ന 2ാമത്തെ സാഹചര്യം വിവാഹത്തിന്റെ വർദ്ധമാനമായ ചെലവാണ്. ഒരാണും പെണ്ണും നമ്മളുടെ കല്യാണത്തിന് 2 സാക്ഷികൾ വേണം, കുടുംബാദികൾ വേണം. അതിന് സഹോദര JCB വേണ്ട, ഒരു മൊട്ടുസൂചി എടുക്കാൻ, ഒരു മൊട്ടുസൂചി കൊണ്ടുവരാൻ JCB വേണ്ട. വിയർത്ത് കുളിക്കുന്നതിനാ, കഠിനാധ്വാനം ചെയ്യുന്നതിനാ, കടം വാങ്ങുന്നതിനാ, കിടപ്പാടം പണയം വെക്കുന്നതിനാ, ഈ ഹറാമിന് വേണ്ടി. അതുകൊണ്ട് ജനങ്ങളെ, ലളിതമായ വിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെടണം. റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും ലളിതമായ കല്യാണമാണ് ഏറ്റവും നല്ലത്.
ഒരു പെണ്ണിന്റെ ബർക്കത്തിൽപ്പെട്ടതാണ്, അനുഗ്രഹത്തിന്റെ വർധനവിൽപ്പെട്ടതാണ് അവളെ കല്യാണം ആലോചിക്കൽ വളരെ എളുപ്പമായിരിക്കും, അവൾക്ക് മഹർ കൊടുക്കൽ വളരെ എളുപ്പമായിരിക്കും. ഒരു ചെറുപ്പക്കാരൻ 1000-ഓ 2000-ഓ 3000-ഓ രൂപ മഹർ കൊടുത്തിട്ട് ആഭരണമില്ലാതെ ഒരു കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അയാളുടെ ബന്ധുമിത്രാദികളെല്ലാം കൂടി ദിവസങ്ങളോളം അയാളെ കഷ്ടപ്പെടുത്തിയ രംഗം ഓർമ്മയിൽ വരികയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിപ്ലവം നടക്കണം, നമ്മളിലൂടെ വിപ്ലവം നടക്കണം. കല്യാണം കഴിക്കാത്ത ഓരോ ചെറുപ്പക്കാരനും വിവാഹ രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവത്തിന് തയ്യാർ. ആലുവയിൽ ഒരു പ്രൊഫസർ എന്തെങ്കിലും ചെയ്തപ്പോൾ കൈമുറിക്കുക എന്നത് വർഗീയതയാണ്, തീവ്രവാദമാണ്, ഭീകരതയാണ്. ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ ഭീകര പ്രവർത്തനമില്ല. മതം എല്ലാവർക്കും സുരക്ഷയാകണം, സമാധാനമാകണം, ശാന്തിയാകണം. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അല്ലാഹുവേ ഈ ആളുകൾക്ക് നീ സമാധാനം കൊടുക്ക്, വഅലൈക്കും അസ്സലാം, അല്ലാഹുവേ ഈ ആളുകൾക്കും സമാധാനം കൊടുക്ക്, അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരാൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ആരാണ് പറയേണ്ടത്? ഒരു തെറ്റവിടെ സംഭവിച്ചു, ആ തെറ്റ് ചെയ്ത ഇന്നാളാണെന്ന് ഞാൻ പറയാൻ പറ്റുമോ? NDF പറയാൻ പറ്റുമോ? പോപ്പുലർ ഫ്രണ്ട് പറയാൻ പറ്റുമോ? RSS പറയാൻ പറ്റുമോ? വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തീരുമാനിക്കാൻ പറ്റുമോ? എങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന അവസ്ഥ വരും. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോ നമ്മുടെ ഗവൺമെന്റുമായി നമുക്കൊരു ഉടമ്പടിയുണ്ട്. ID-യില്ലേ, ഐഡന്റിറ്റി കാർഡില്ലേ, ആധാറില്ലേ, NPR-ല്ലേ, റേഷൻ കാർഡില്ലേ, വിസ നൽകാൻ ഉപയോഗിക്കുന്ന പാസ്പോർട്ടില്ലേ, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലേ, മണ്ണെണ്ണ പെർമിറ്റില്ലേ, റേഷൻ കാർഡില്ലേ, അതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ രാജ്യത്തെ നിയമത്തെ എതിർക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യാൻ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യാൻ. ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ 1-ാം തീയതി മുതൽ എല്ലാത്തരം തീവ്രവാദ പ്രവർത്തനത്തിനും എതിരാണ്. നമുക്ക് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പറ്റുമോ? നമുക്ക് പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ജനങ്ങളെ ആ കൂട്ടത്തിൽ ഒരു പുതിയ സംസ്കാരം രാഷ്ട്രീയ രംഗത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. വഴി തടയാൻ പാടില്ല. ഇമാത്തത്തുൽ അദാനി തരീഖ് സദഖ, റോഡിലെ ബ്ലോക്ക് നീക്കം ചെയ്യലാണ് ധർമ്മമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ നമ്മുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ അവകാശത്തെ നശിപ്പിക്കാൻ പാടില്ല, റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല, വഴി തടയാൻ പാടില്ല, റോഡ് തടയാൻ പാടില്ല, നേതാക്കന്മാരെ തടയാൻ പാടില്ല, കട അടപ്പിക്കാൻ പാടില്ല. ഇന്നെന്റെ വാഹനം ഓടണ്ട എന്ന് ഗവൺമെന്റ് നിയമത്തിന് അനുസരിച്ചുകൊണ്ട് എനിക്ക് തീരുമാനിക്കാം. പക്ഷേ പെർമിറ്റ് കിട്ടിയ വാഹനമാണോ? അതങ്ങനെ സ്വന്തം തീരുമാനിക്കാൻ പറ്റിയതാണോ? അല്ല. എന്നാൽ മറ്റൊരാളുടെ വാഹനം തടയാൻ നമുക്ക് അവകാശമുണ്ടോ? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും യൂണിറ്റുകളിൽ പോയി നിങ്ങൾ ചർച്ച ചെയ്യണം. നമുക്കത് വേണ്ട. ആരാന്റെ ശാപമുള്ള, ആരാന്റെ വെറുപ്പുള്ള, മുറുമുറുപ്പുള്ള ഒരു സമ്പത്ത് നമുക്ക് വേണ്ട. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ശരിയാണ്. പക്ഷേ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നശിപ്പിച്ചുകൊണ്ടാകരുത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാകണം. ഇമാത്തത്തുൽ അദാനി തരീഖ് സദഖ, റോഡിലെ ബ്ലോക്ക് നീക്കം ചെയ്യലാണ് ധർമ്മമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അതാ റസൂലുള്ളാഹി വഫാത്തായ ദിവസം 2.5 ലക്ഷം സഹാബിമാർ കരഞ്ഞ ദിവസം പൊട്ടിച്ചിരിച്ചുകൊണ്ട്, പന്തം കൊളുത്തിക്കൊണ്ട്, വാൾപ്പയറ്റ് നടത്തിക്കൊണ്ട്, കുലാബി വിതരണം ചെയ്ത്, ലഡു വിതരണം ചെയ്ത് റോഡ് ബ്ലോക്കാക്കി നബിദിന റാലി നടത്തുന്നു. ശരിയാണോ മക്കളെ? ശരിയാണോ നേതാക്കന്മാരെ? അല്ല. അതുകൊണ്ട് മതരംഗത്തും ഒരു സംവിധാനം ആവശ്യമാണ്. കുറ്റിപ്പുറത്ത് നടത്തിയ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് പ്രമേയം പാസാക്കി, മതഘോഷയാത്രകൾ നിരോധിക്കണം. നമ്മളും ഒരു മതപാർട്ടിയാണ്, മതസംഘമാണ്. നമുക്ക് ഒരുപക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഘോഷയാത്ര നടത്തേണ്ടി വരുമോ എന്ന് പോലും ആലോചിക്കാതെ വളരെ 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 കൃത്യമായി നമ്മൾ പറഞ്ഞു, മതഘോഷയാത്രകൾ നിരോധിക്കണം. ഉത്തരേന്ത്യയിലെ മിക്കവാറും എല്ലാ വർഗീയ ലഹളകൾക്കും, വർഗീയ കലഹങ്ങൾക്കും, കലാപങ്ങൾക്കും പിറകിൽ ഈ മതഘോഷയാത്രകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പുതിയ സംസ്കാരം ഈ രംഗത്ത് നിലനിർത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനം മനുഷ്യനെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നു, പിറകോട്ട് നയിക്കുന്നില്ല.
അക്ഷര വായനയല്ല നമുക്ക് വേണ്ടത്, ആശയത്തിന്റെ വായന തന്നെയാണ്. നമ്മൾ ഒരിക്കലും അക്ഷരങ്ങളെ കെട്ടിപ്പിടിക്കാൻ പറ്റുകയില്ല. ഖുർആനും സുന്നത്തും എന്താണോ പറഞ്ഞത്, അതിന്റെ ഉദ്ദേശം എന്താണോ, അത് സലഫുസ് സാലിഹ് എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു എങ്കിൽ ഇസ്ലാം പിറകോട്ടല്ല, മുന്നോട്ട് തന്നെയാണ്. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു വാചകം, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു വാക്ക്, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു അക്ഷരം നമ്മളെ പിറകോട്ട് നയിക്കില്ല. പർദ പിറകോട്ട് നയിക്കില്ല, നീണ്ട താടി പിറകോട്ട് നയിക്കില്ല, ഞെരിയാണിക്ക് മേലെ പുരുഷന്മാരുടെ വസ്ത്രം പിറകോട്ട് നയിക്കില്ല. മതത്തിന്റെ നിയമങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും ആശയങ്ങളും ആദർശങ്ങളും എല്ലാം സ്വീകരിച്ചതുകൊണ്ട് ആരും പിറകോട്ട് പോവില്ല, മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ആവേശത്തോട് ഉന്മേഷത്തോടു കൂടി അല്ലേ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ വേണ്ടി വന്ന മാർക്സിസം 12 രാഷ്ട്രങ്ങളിൽ ഒരുപാട് കാലം ഭരണം നടത്തിയ മാർക്സിസം 75 കൊല്ലം കഴിഞ്ഞപ്പോൾ പരാജയപ്പെട്ടത് എന്തേ? അത് മനുഷ്യന്റെ നിർമ്മിതിയായി എന്നതുകൊണ്ടാണ്. ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദുകളുടെ നിർമ്മിതിയല്ല, അത് പടച്ചവന്റെ സന്ദേശമാണ്. പടച്ചവൻ എല്ലാം അറിയുന്നവനാണ്, അവൻ ആലോചിക്കേണ്ട യാതൊന്നുമില്ല. ഇന്നലെ, ഇന്ന്, നാളെ, അടുത്ത്, അകലെ, മെല്ലെ, ഉറക്കെ, തെളിഞ്ഞത്, മറഞ്ഞത്, എങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ലാത്തതാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം ദുആയിരുന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബിലൂടെ, മാർഗത്തിലൂടെ മുന്നോട്ട് പോയി സഹാബത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരാം, സ്ത്രീധനത്തിനെതിരെയുള്ള സമരങ്ങൾ തുടരാം, സക്കാത്ത് സംവിധാനം സംഘടിതമായി പുനഃസ്ഥാപിക്കാം. എല്ലാ മനുഷ്യന്മാരോടും ഇതാ ഇസ്ലാം എന്നൊരു മതമുണ്ട്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മതമുണ്ട്, അത് സത്യമായ സന്ദേശമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അതിന് ഇൻസൈറ്റ് പോലെയുള്ള മഹത്തായ സംവിധാനങ്ങൾ ഉതകും. ഈ സമാധാനത്തിന്റെ, നവോത്ഥാനത്തിന്റെ കൈത്തിരിയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇടവഴികളിലേക്ക്, ഇടനാഴികളിലേക്ക്, വീടുകളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഈമാനോടും തൗബയോടും കൂടി മരിക്കുന്ന മുഅ്മിനുകളിൽ അല്ലാഹുവേ ഉൾപ്പെടുത്തുമാറാകണേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവേ സഹായമരുളുമാറാകണേ. സ്ത്രീധനം, പലിശ, കൈക്കൂലി പോലെയുള്ള സാമ്പത്തികമായ ചൂഷണങ്ങളിൽ നിന്ന് അല്ലാഹുവേ രക്ഷപ്പെടുത്തുമാറാകണേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.